നമ്മൾ സെലക്ട് ചെയ്ത് 5 പാർട്ടിസിപ്പൻസ് നമുക്ക് ഇടയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവർ റെഡിയാണ്. ഫൈസൽ സർ, നസീന മാം, സുമ മാം, അനീഷ്യ മാം, ഹസീന മാം. എല്ലാവരും വീഡിയോയിലുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ ഇവരെ നമ്മൾ സെഷന് ശേഷം ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് ഓരോരുത്തരെ വീതമായിരിക്കും നമ്മളിവിടെ അവരുടെ ഇവാലുവേഷൻ എടുക്കുന്നത്. അതിനെ ജഡ്ജ് ചെയ്യായിരിക്കും അർച്ചന മാം ചെയ്യുന്നത്. പോരാത്തതിന് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇന്ന് നമ്മുടെ സൈൻ ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡെഫ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് അവര് പാർട്ടായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇടയിലുള്ള ഒരു മാമാണ് ലൂയിസ് മാം, ഞങ്ങളുടെ ഒരു ട്രെയിനർ ആണ് മാം. സോ ട്രാൻസ്പയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഇതുപോലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് 15 പ്രൊഫഷണൽസ് ഫ്രം ഡിഫറെന്റ് ഫീൽഡ്സ്. സോ ഇതുപോലെ ഞങ്ങൾ ഓരോ ആഴ്ചയും ഇതേപോലെ ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു സൊസൈറ്റിക്ക് എങ്ങനെയൊക്കെ ഡിഫറെന്റ് ടോപ്പിക്സിലൂടെ വ്യത്യസ്തകൾ കൊണ്ടുവരാമെന്ന് ഞങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇനിയും സനീസറിന്റെ സെഷനിലേക്ക് കടക്കാം. സർ, ഓവർ ടു യു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജാക്കബ് സാർ പറഞ്ഞ പോലെ എന്നെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞല്ലോ. എന്നാലും എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനൊരു ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലറാണ്. ഇന്നത്തെ ടോപ്പിക് അരോമതെറാപ്പി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറങ്ങാലോ. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ. പ്രകൃതിയുടെ സുഗന്ധലോകത്തെ കുറിച്ചും എസെൻഷ്യൽ ഓയിലുകളുടെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചും അവയുടെ ഉപയോഗ രീതികളും സുരക്ഷാ നിർദ്ദേശങ്ങളെ കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത്. ഒരു പൂവിന്റെ മണവും പുതുമഴ ചെയ്തതിനു ശേഷമുള്ള മണ്ണിന്റെ മണവും ആസ്വദിക്കാത്തവരായ ആരും ഉണ്ടാവില്ല. സുഗന്ധം മനുഷ്യരെ അത്രമേൽ ബന്ധമുള്ളതാണ്. സുഗന്ധവും നമ്മുടെ മനസ്സും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. അരോമതെറാപ്പി ട്രീറ്റ്മെന്റ് ഇതിൽ മുന്നേ അറിഞ്ഞു ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അരോമതെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ് അരോമതെറാപ്പി അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും അറിയാത്തവർക്ക് ഒരു പുതിയ അറിവും ആയിരിക്കും. അരോമതെറാപ്പി എന്നത് വെറും ഒരു നല്ല സുഗന്ധം ആസ്വദിക്കൽ മാത്രമല്ല, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എസെൻഷ്യൽ ഓയിലുകൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ വിശ്രമവും സന്തുലിതാവസ്ഥയും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പൂരക വെൽനസ് രീതിയാണ്. സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത എസെൻഷ്യൽ ഓയിലുകൾ ഉപയോഗിച്ച് ശരീരവും മനസ്സും ശാന്തമാക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ചികിത്സയാണിത്. വൈകാരികവും ആത്മീയവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക കലയുടെയും ശാസ്ത്രത്തിന്റെയും സംയോജന ഫലമാണ് അരോമതെറാപ്പി. പ്രകൃതിയുടെ സുഗന്ധശക്തി ഉപയോഗിച്ച് ശാരീരികവും മാനസികവുമായ വിശ്രമം നൽകുന്ന ഒരു പൂരക കോംപ്ലിമെന്ററി രീതിയാണ് അരോമതെറാപ്പി. സസ്യങ്ങളിലെ പുഷ്പങ്ങൾ, ഇലകൾ, ചെടികൾ, തണ്ടുകൾ, തൊലി, വിത്ത് എന്നിവയിലെല്ലാം തൈലങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതായത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഡീപ്പ് വിശ്രമം നൽകുക, ഉറക്കം മെച്ചപ്പെടുത്തുക, വേദന കുറയ്ക്കുക, മാനസികമായ ശാന്തത നൽകുക എന്നിവയെല്ലാം എസെൻഷ്യൽ ഓയിലുകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അരോമ എന്ന വാക്കിന്റെ അർത്ഥം സുഗന്ധം എന്നാണ്. ട്രീറ്റ്മെന്റ് എന്നാൽ ചികിത്സ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് അരോമതെറാപ്പി എന്നാൽ സുഗന്ധത്തിൽ ഉള്ള ചികിത്സയായി മാറുന്നത്. അരോമതെറാപ്പിയുടെ ചരിത്രം നമുക്ക് നോക്കിയാലോ. ഹിസ്റ്ററി ഓഫ് അരോമതെറാപ്പി. ക്രിസ്തുവിന് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലാണ് ആദ്യമായി സുഗന്ധ തൈലങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ഈജിപ്തിലെ മമ്മികളിൽ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് സുഗന്ധ തൈലങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇന്ത്യയിൽ ആദ്യമായി വേദകാലഘട്ടത്തിൽ ആയുർവേദത്തിലൂടെ സുഗന്ധ തൈലങ്ങൾ ഉപയോഗിച്ചു. പുരാതന ചൈനയിലും
അറബ് നാടുകളിലും സസ്യതൈലങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അറബ് സയന്റിസ്റ്റായ ഇബിൻ സീന അഥവാ അവിസന്ന എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോസ് ഓയിൽ ആദ്യമായി നിർമ്മിച്ചത്. സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് അദ്ദേഹം റോസ് ഓയിൽ ഉപയോഗിച്ചത്. ഇതിനു ശേഷമാണ് എസൻഷ്യൽ ഓയിലുകളുടെ നിർമ്മാണം കൂടുതലായിട്ട് പുരോഗമിച്ചു വന്നത്. ഫ്രഞ്ച് കെമിസ്റ്റായ റെനെ മോറിസ് ഗെറ്റാഫോസെ അദ്ദേഹമാണ് അരോമ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തന്റെ ലാബിൽ ഒരു പരീക്ഷണം നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈ പൊള്ളുകയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ലായനിയിൽ കൈ മുക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം കൈ സുഖപ്പെടുകയും ചെയ്തു. അദ്ദേഹം കൈ മുക്കിയ ലായനിയുടെ പേരാണ് ലാവൻഡർ ഓയിൽ. അതിനുശേഷം അദ്ദേഹം വളരെ പരീക്ഷണങ്ങളുടെ ഒടുവിൽ ലാവൻഡർ ഓയിൽ ചികിത്സയ്ക്ക് ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചു. ഇതൊരു വലിയ കണ്ടുപിടുത്തമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. 1937 അദ്ദേഹം ഒരു പുസ്തകം രചിക്കുകയും ആ പുസ്തകത്തിന്റെ പേര് അരോമ തെറാപ്പി എന്നാണ്. ആദ്യമായി അരോമ തെറാപ്പി എന്ന പദം പുസ്തകത്തിൽ രചിച്ചത് അദ്ദേഹമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരുപാട് ചികിത്സാ രീതികൾ കൊണ്ടുവന്നു. അതിൽ ഒരു ചികിത്സാ രീതിയാണ് അരോമ തെറാപ്പി. ഓസ്ട്രിയൻ ബയോകെമിസ്റ്റായ മാർഗരറ്റ് മൂറിയാണ് വ്യക്തിഗത ആരോഗ്യ പരിപാലനത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും അരോമ തെറാപ്പി ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടുത്തം അരോമ തെറാപ്പിയെ ലോകത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിച്ചു. ഇന്ന് അരോമ തെറാപ്പി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്പാ സെന്ററുകൾ, വെൽനസ് സെന്ററുകൾ, യോഗ, ധ്യാന കേന്ദ്രങ്ങൾ, ചെറിയ ചെറിയ തോതിൽ വീട്ടിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മസാജ് സെന്ററുകളിലാണ്. അരോമ തെറാപ്പിയുടെ ഉപയോഗ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പാണ് ഡിഫ്യൂസർ. ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഉപയോഗിക്കുന്നതും അരോമ തെറാപ്പി ഡിഫ്യൂസറിലാണ്. ഡിഫ്യൂസർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആവശ്യമായ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3-5 തുള്ളി എസൻഷ്യൽ ഓയിൽ ചേർത്ത് ഓണാക്കുക. 30-60 മിനിറ്റ് വരെ ഡിഫ്യൂസർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റീം ഇൻഹേലേഷൻ. അതായത് ആവി പിടിക്കുക എന്ന് പറയില്ല. ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക, 1-2 തുള്ളി എസൻഷ്യൽ ഓയിൽ ചേർക്കുക, പുതുപ്പ് കൊണ്ടോ ടവൽ കൊണ്ടോ തല മൂടി കണ്ണുകൾ അടച്ച് ആവി പിടിക്കുക. കുട്ടികൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കണ്ണുകൾ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. മൂക്കടപ്പ്, ശ്വാസവഴികളൊക്കെ ആശ്വാസം കിട്ടാനൊക്കെ സ്റ്റീം ഇൻഹേലേഷൻ വളരെ നല്ലതാണ്. മൂന്നാമത്തെ മെത്തേഡായി പറയുന്നത് മസാജ് മെത്തേഡാണ്. കരിയർ ഓയിലിനൊപ്പം എസൻഷ്യൽ ഓയിൽ കൂടി ചേർത്ത് ശരീരത്തിൽ മസാജ് ചെയ്യുന്ന രീതിയാണ് ഇത്. വെളിച്ചെണ്ണ, ബദാം ഓയിൽ, ഒലീവ് ഓയിൽ, ജോജോബ ഓയിൽ എന്നിവയെല്ലാം കരിയർ ഓയിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 10 ml കരിയർ ഓയിലിൻ്റെ കൂടെ 2-3 തുള്ളി എസൻഷ്യൽ ഓയിൽ ചേർത്ത് മസാജ് തെറാപ്പിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത മെത്തേഡാണ് ബാത്ത് തെറാപ്പി. അറോമിക് ബാത്ത് എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട്. കുളിക്കുന്ന വെള്ളത്തിൽ 3-5 തുള്ളി ഓയിൽ ചേർക്കുക. നന്നായി ഇളക്കിയതിനു ശേഷം 15 മിനിറ്റ് സാവധാനം വയ്ക്കുക. അതിനുശേഷം ആ വെള്ളം കുളിക്കാനായിട്ട് ഉപയോഗിക്കുക. കുളി കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും വളരെയധികം സുഖം ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ മെത്തേഡാണ് റൂം സ്പ്രേ. 100 ml വെള്ളത്തിൽ 8-10 തുള്ളി എസൻഷ്യൽ ഓയിൽ ചേർക്കുക. എന്നിട്ട് സ്പ്രേ ബോട്ടിൽ ആക്കിയതിനു ശേഷം റൂമിൽ സ്പ്രേ ചെയ്യുക. നല്ല സുഗന്ധം റൂമിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ മൂഡും അപ്ലിഫ്റ്റ് ആവുന്നതാണ്. പിന്നെയാണ് പില്ലോ മെത്തേഡ്. ഉറങ്ങുന്നതിന് മുന്നേ പില്ലോയിലോ തലയിലോ ഒരു മൂലയിൽ 1 തുള്ളി ലാവൻഡർ ഓയിൽ ഇടുക. നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്നതാണ്. ഉറക്കമില്ലാത്ത വ്യക്തികൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ യാത്രകളിൽ ഉപയോഗിക്കാവുന്നതാണ് ടിഷ്യൂ മെത്തേഡ്. ടിഷ്യൂവിലോ ടവലിലോ 1 തുള്ളി ലെമൺ ഓയിലോ ലാവൻഡർ ഓയിലോ ഇറ്റുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാന്ന് വെച്ചാൽ അത് സ്മെല്ല് ചെയ്യുക. നമ്മുടെ മനസ്സും ശരീരവും കാമാവുന്നതാണ്. എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരിട്ട് നമ്മുടെ സ്കിന്നിലോ ഉപയോഗിക്കാൻ പാടില്ല. കരിയർ ഓയിൽ ചേർത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ പാച്ച് ആകും. ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അലർജിയോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഗർഭിണികളായ വ്യക്തികളുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എൻ്റെ വീടിനകത്ത് ഒരു അനുഭവം ഞാൻ പറയാം. ഈ കഴിഞ്ഞ തവണ SLCക്ക് ഒരു A+ കിട്ടിയ കുട്ടിയുടെ കാര്യം പറയാം. അവന് വിദ്യാഭ്യാസത്തിൽ പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന് അവൻ്റെ അമ്മ വന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, കൗൺസിലിംഗ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് കൗൺസിലിംഗ് ചെറിയ പേടിയുണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും മെത്തേഡ് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അരോമ തെറാപ്പി ഉണ്ട്, എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു.
അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പെപ്പർമിന്റ് ഓയിലും ലെമൺ ഓയിലും കൂടി മിക്സ് ചെയ്താണ് ആ കുട്ടിക്ക് കൊടുത്തത്. നല്ല കോൺസെൻട്രേഷനും മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും സാധിച്ചു. ഒരു വിഷയത്തിൽ എയും ബാക്കി എല്ലാ വിഷയത്തിലും ആ കുട്ടിക്ക് A+ കിട്ടിയാണ് വിജയിച്ചത്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മ എനിക്ക് മധുരമൊക്കെ ലഡ്ഡൊക്കെ കൊണ്ടുവന്നു വീട്ടിൽ. എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതെൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. സാധാരണയായിട്ട് ഏതൊക്കെ രീതിയിലാണ് ലാവൻഡർ ഓയിൽ ഉപയോഗിക്കാൻ നോക്കാം. സ്ട്രെസ് ആങ്സൈറ്റി റിഡ്യൂസ് ചെയ്യാൻ ലാവൻഡർ ഓയിൽ ഉപയോഗിക്കും. ഹെഡ് ഏക്ക്, ടെൻഷൻ റിലീഫ്, ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ വ്യക്തികൾ ലാവൻഡർ ഓയിൽ ഉപയോഗിക്കുന്നത് ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായിട്ട് പെപ്പർമിന്റ് ഓയിൽ, നമ്മൾ പുതിന എന്നൊക്കെ പറയില്ലേ, അതാണ് പെപ്പർമിന്റ്. കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പെപ്പർമിന്റ് ഓയിൽ ഉപയോഗിക്കുന്നത്. ഹെഡ് ഏക്ക് മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പെപ്പർമിന്റ് ഓയിൽ ഉപയോഗിക്കുന്നതാണ്. ബ്രീത്തിങ്ങിന് വലിയ പ്രശ്നമുണ്ടോ, ശ്വാസകോശത്തിന് വലിയ പ്രശ്നമുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് യൂക്കാലിപ്സ് ഓയിൽ. കോൾഡ് സിംറ്റംസ്, റീഫ്രഷ് മൂഡ് എന്നിവയ്ക്കൊക്കെ യൂക്കാലിപ്സ് ഓയിൽ ഉപയോഗിക്കാം. അടുത്ത ഓയിലാണ് ലെമൺ ഓയിൽ. മൈൻഡ് ഫ്രഷ് ആവാനും ഫോക്കസ് മെമ്മറിക്കും ഇംപ്രൂവ് മെമ്മറിക്കൊക്കെ ലെമൺ ഓയിൽ ഉപയോഗിക്കും. മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുക, ഗുഡ് സ്മെൽ കിട്ടാനൊക്കെ ആയിട്ട് ലെമൺ ഓയിൽ ഉപയോഗിക്കും. അടുത്ത ഓയിലാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയും. സ്കിൻ വൈറ്റനിങ്, സ്കിൻ പാച്ചസ്, സ്കിൻ മോയ്സ്ചറൈസ്, പിന്നെ മുഖത്ത് വരുന്ന മുഖക്കുരുകൾ, ഇവയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു ഓയിലാണ് ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ സ്കിന്നിൽ അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത ഓയിലാണ് റോസ് ഓയിൽ എന്ന് പറയും. സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാൻ, ലോൺലിനെസ് ഡിക്രീസ് ചെയ്യാനും ഇമോഷൻ, ഫീലിങ്സ് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് റോസ് ഓയിൽ. പിന്നെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ഫ്രാങ്കിൻസിൻ ഓയിൽ. ഫ്രാങ്കിൻസിൻ ഓയിൽ പറ്റാൻ നമ്മൾ കുന്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ധ്യാനത്തിനും യോഗയ്ക്കും വിശ്രമിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്രാങ്കിൻസിൻ ഓയിലാണ്. സ്വീറ്റ് ഓറഞ്ച് ഓയിൽ ഉണ്ട്. ഹാപ്പിനെസ് ലഭിക്കാൻ വേണ്ടിയിട്ടും എനർജി ബൂസ്റ്റ് ചെയ്യാനും സ്വീറ്റ് ഓയിൽ ഉപയോഗിക്കുന്നു. ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് റോസ്മെയിൽ ഓയിൽ. ഇതുപോലെ നിരവധി ഓയിലുകളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഓയിലുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം. അരോമതെറാപ്പി നമ്മുടെയൊക്കെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അരോമതെറാപ്പി നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ സുഗന്ധം നമ്മൾ ശ്വസിക്കുമ്പോൾ അതിൻ്റെ സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് കണക്റ്റ് ആവുന്നു. ബ്രെയിനിലെ ലിംബിക് സിസ്റ്റവുമായി സ്വാധീനിച്ച് വികാരങ്ങളെയും ഓർമ്മകളെയും അത് ശരിയാക്കുന്നു. ഈ സുഗന്ധം ശ്വസിക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ കുറയുകയും ഹാപ്പി ഹോർമോണായിട്ടുള്ള ഡോപ്പമിൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഹെൽത്ത് ലെവൽ നോർമൽ ആകുന്നു. മൈൻഡ് കാം ആൻഡ് ഫീൽ ഫ്രഷ് ആവുന്നു. അരോമതെറാപ്പി ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി റിലീഫ് ആകുന്നു. ബെറ്റർ സ്ലീപ്പ് കിട്ടുന്നു ആൻഡ് റിലാക്സേഷനും കൂടെ ലഭിക്കുന്നു. ഇംപ്രൂവ് മൂഡ് ആൻഡ് കോൺസെൻട്രേഷൻ ലഭിക്കുന്നു. പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്മെന്റ് മാനേജ്മെന്റിനും സഹായിക്കുന്നതാണ്. ഇനി ഞാൻ ഒരു ചെറിയ കഥ പറയാം. എൻ്റെ വീടിനടുത്ത് ടീച്ചറുണ്ട്. ടീച്ചർക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും വീട്ടിലെ ജോലികളും ക്ലാസ്സിലെ ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ടീച്ചർക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ടീച്ചറെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഉറക്കില്ലാത്ത ആൾക്കാരെ കണ്ടാൽ അറിയാലോ. അപ്പോൾ ടീച്ചറോട് ഒരു കഥ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഉറക്കം ശരിക്കും കിട്ടുന്നില്ല, കുറേ നേരം ബെഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഉറക്കം ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർക്ക് ഞാൻ കൊടുത്ത ഓയിൽ, ഇത് എസെൻഷ്യൽ ഓയിലാണ് ലാവൻഡർ ഓയിൽ. ടീച്ചറുടെ വീട്ടിൽ ഡിഫ്യൂസർ ഉള്ളത് കൊണ്ട് ഡിഫ്യൂസറിൽ ലാവൻഡർ ഓയിൽ ഉപയോഗിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ടീച്ചർ എന്നെ വന്ന് കണ്ടു. വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ടീച്ചറുടെ ടെൻഷനൊക്കെ മാറി, ആങ്സൈറ്റി മാറി. കാരണം ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഉറക്കം ലഭിച്ചാൽ തന്നെ ആ വ്യക്തിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഉറക്കമില്ലെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എസെൻഷ്യൽ ഓയിൽ എങ്ങനെയൊക്കെ നിർമ്മിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സസ്യത്തിന്റെ ഭാഗങ്ങൾ പാത്രത്തിൽ ഇടുന്നു. അത് താഴെ നിന്ന് അതിലേക്ക് നീരാവി കടത്തിവിട്ട് അത് ചൂട് ലഭിച്ച് അതിന്റെ സുഗന്ധകണങ്ങൾ മറ്റൊരു കണ്ടൻസിലേക്ക് പൈപ്പ് വഴി കടത്തുന്നു. ഈ കണ്ടൻസിൽ അതിൽ തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് അത് ശേഖരിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം ഈ ഓയിൽ ഉപയോഗിച്ചെടുക്കുന്നു. ലാവൻഡർ ഓയിൽ, യൂക്കാലിപ്സ് ഓയിൽ, പെപ്പർമിന്റ് ഓയിൽ, ടീ ട്രീ ഓയിൽ എന്നിവയൊക്കെ ഈ രീതിയിൽ ഉപയോഗിച്ചെടുക്കുന്ന ഓയിലുകളാണ്. രണ്ടാമത്തെ രീതിയാണ് കോൾഡ് പ്രസ്സിംഗ് എന്ന് പറയും. ഈ ഫ്രൂട്ട്സ്, നാരങ്ങ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയവയൊക്കെ തൊലികൾ ശേഖരിച്ചിട്ട് മെഷീനിലിട്ട് അത് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്തതിന് ശേഷം തൊലിയിൽ നിന്ന് ശേഖരിക്കുന്ന തൈലം ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിക്കുന്നു. ലെമൺ ഓയിൽ,
ഓറഞ്ച് ഓയിൽ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതിൽ ചൂട് ഉപയോഗിക്കാത്ത കാരണം ഇതിന്റെ സുഗന്ധം ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. അതിൽ അയനിയുമായി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ചെടികളിലെ പൂക്കളാണ്. പൂക്കൾ റോസ്, സൺഫ്ലവർ എന്നിവയൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ ലായനിയിൽ ഈ പൂക്കൾ ഇതളുകൾ ചേർത്ത് വെച്ച് കുറച്ചു നേരം അടച്ചു വെക്കുന്നു. അതിനുശേഷം ലായനിയിൽ നിന്ന് പൂക്കളിലെ വേസ്റ്റ് മാറ്റിയെടുത്ത് അത് ശേഖരിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നു. ജാസ്മിൻ ഓയിൽ, റോസ് ഓയിൽ, റോസ്മേരി ഓയിൽ ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നാലാമത്തെ മെത്തേഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ട്രാക്ഷൻ. അത് ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് സസ്യങ്ങളുടെ ഭാഗത്തിൽ നിന്ന് സുഗന്ധസാരങ്ങൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിച്ചു കിട്ടുന്ന ഭാഗത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്തതിനു ശേഷം വരുന്ന ഭാഗങ്ങളാണ് എസൻഷ്യൽ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. എസൻഷ്യൽ ഓയിലേക്ക് 2 തരം ഗ്രേഡുകളുണ്ട്, ഹൈ ഗ്രേഡും ലോ ഗ്രേഡും. ലോ ഗ്രേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയും. നമ്മുടെ കാൻഡില്, സോപ്പ്, പെർഫ്യൂം അതൊക്കെ ഉപയോഗിക്കുന്നത് ലോ ഗ്രേഡ് ഓയിലുകളാണ്. ലോ ഗ്രേഡ് ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വ്യവസായത്തിന് വേണ്ടി സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിന് കെമിക്കലും വളങ്ങളൊക്കെ എത്തിച്ചേർത്ത് കെമിക്കലൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഓയിലാണ് അത് അരോമ തെറാപ്പിക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള എസൻഷ്യൽ ഓയിലുകൾ മാത്രമാണ് അരോമ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അരോമ തെറാപ്പി മനസ്സിനും ശരീരത്തിനും ആത്മാവിനും നഷ്ടപ്പെട്ട സന്തുലനാവസ്ഥ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു പരിചരണ ചികിത്സയാണ്. സുഗന്ധമുള്ള പ്രകൃതിദത്ത വസ്തുക്കളുടെ രോഗശാന്തിക്കും സാധ്യമാകുന്ന ആശയമാണ് അരോമ തെറാപ്പി. പ്രകൃതിയുടെ സുഗന്ധത്തിൽ ആരോഗ്യത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. അരോമ തെറാപ്പി രംഗത്തെ പ്രമുഖ വിദഗ്ധനായ റോബർട്ട് ടിസറാഡ് എന്ന വ്യക്തി പറഞ്ഞ വാക്കുകളാണിത്. ബ്രിട്ടനിലുള്ള ഒരു പ്രമുഖ അരോമ തെറാപ്പിസ്റ്റാണ് അദ്ദേഹം. 1974 UK ഒരു എസൻഷ്യൽ ഓയിൽ കമ്പനി നിർമ്മിക്കുകയും അത് വിജയിക്കുകയും അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് കാലിഫോർണിയയിലാണ്. അരോമ തെറാപ്പിയുടെ ഓൺലൈൻ ക്ലാസ്സുകളും ചികിത്സ രീതികളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിപ്പോവുകയാണ്. 1977 പ്രസിദ്ധീകരിച്ച ദി ആർട്ട് ഓഫ് അരോമ തെറാപ്പി എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെയാണ്. അരോമ തെറാപ്പിയുടെ വലിയൊരു ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. പ്രകൃതിദത്ത സുഗന്ധങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളെയും കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. സുഗന്ധങ്ങൾക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും പോസിറ്റീവ് ഇഫക്റ്റ് നൽകാൻ കഴിയും. അരോമ തെറാപ്പി രോഗങ്ങളെ അത്ഭുതകരമായി മാറ്റുന്ന ഒരു ചികിത്സാ രീതിയല്ല, എന്നാൽ പ്രകൃതിയുടെ സുഗന്ധങ്ങളിലൂടെ മനസ്സിനും ശരീരത്തിനും വിശ്രമവും സമാധാനവും നൽകുന്ന ഒരു മനോഹരമായ കോംപ്ലിമെന്ററി മെത്തേഡാണ്. ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് സുഗന്ധത്തിന്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സുഗന്ധത്തിന്റെയും ലോകത്തിലേക്കുള്ള ഈ യാത്രയിൽ എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ജീവിതം ആരോഗ്യകരവും സന്തോഷകരവുമായ സമാധാനം നിറയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. നമസ്കാരം. ഇങ്ങനെ നല്ല ഫീഡ്ബാക്ക് കേൾക്കുന്നു. സാറേ, താങ്ക് യു സോ മച്ച് സനി സാറേ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കുന്നതല്ല. സോ നമുക്ക് 5 കണ്ടസ്റ്റൻസിലേക്ക് നമ്മൾ മാറുകയായിരിക്കും. ഇന്നത്തെ ജനറൽ ഫീഡ്ബാക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടത് നമ്മുടെ ട്രാൻസ്പയർ ഗ്രൂപ്പിലൂടെ ആയിരിക്കണം. നിങ്ങൾക്ക് വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. സോ ആഫ്റ്റർ ദി സെഷൻ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പൊതുവെയുള്ള ഫീഡ്ബാക്ക് എല്ലാ രീതിയിലും നമ്മുടെ സനി സാർ എടുത്ത ക്ലാസ്സിനെ കുറിച്ച്, നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റിനെ കുറിച്ച് എല്ലാം അന്നേരം നമുക്ക് പറയാം. ഓക്കെ റസാഖ് സാർ, അപ്പം നമ്മുടെ ഇന്നത്തെ കോർഡിനേറ്റേഴ്സ് റസാഖ് സാറാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ ഡോക്ടർ റാഷിദ മാം ഉണ്ട്, റാഷിദ ഫേസ്. സോ ബാക്ക്ഗ്രൗണ്ടിലെ ടെക്നിക്കൽ കാര്യം നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജനറൽ ഇവാലുവേറ്റർ അർച്ചന മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അർച്ചന മാം ഇൻട്രൊഡക്ഷൻ അധികം വേണ്ട, പലർക്കും ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനത്തുള്ള മാസ്റ്റർ ട്രെയിനറാണ് മാം. മാം തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി എന്ന സ്ഥലത്തു നിന്നാണ്. മാമിനെ കുറിച്ച് അറിയാം, ഒരു ലോയറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ പോകുന്ന മാമിന്റെ ക്രെഡൻഷ്യൽസ്. സോ മാമിനെ ഹാർട്ട്ലി വെൽക്കം ടു ട്രാൻസ്പയർ. വന്നതിന് ഒത്തിരി നന്ദി. ആൻഡ് റിയലി വെയിറ്റിംഗ് ടു ഹിയർ ദി ഫീഡ്ബാക്ക്. സോ ഇനിയും നമ്മുടെ 4 കണ്ടസ്റ്റൻസ്, 5 പേരുള്ളതിൽ 4 കണ്ടസ്റ്റൻസിനെ നമ്മൾ
ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും ഇവിടുന്ന്. സോ ഓരോ കണ്ടസ്റ്റന്റിന്റെ ഫീഡ്ബാക്ക് മറ്റേ ആള് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ടേൺ കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരെ നമ്മൾ മെയിൻ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു ജേക്കബ് സാർ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇവാലുവേഷൻ കോണ്ടസ്റ്റന്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ജനറൽ ഇവാലുവേറ്റർ നമുക്ക് എല്ലാവർക്കും നല്ല സുപരിചിത ആയിട്ടുള്ള അർച്ചന മാമാണ്. അർച്ചന മാമാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് 5 കോണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അഡ്വാൻസ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഫൈസൽ സാറ് മാത്രമല്ല ഇപ്പം ഇതിലുള്ള ഇത്, ബാക്കി എല്ലാവരും പോയി എന്നാ തോന്നണേ. സുമ, ആരെങ്കിലും ഈ 4 പേര് ഇതിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നസീന മാം, സുമ മാം, അനീഷ്യ മാം, ഹസീന മാം. ഓക്കെ, 4 പേര് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടിസിപ്പൻ്റായ ഫൈസൽ സാറിനെ വിളിക്കാം. സാറേ, ഫൈസൽ സാർ റെഡി അല്ലേ? സാറൊന്ന് വീഡിയോ ഓൺ ആക്കോ? സാറിൻ്റെ വീഡിയോ ഓൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഞാൻ ഫൈസൽ സാറിനെ സ്പോട്ട്ലൈറ്റ് ചെയ്യാം. ഓക്കെ ആണോ സർ? ഒരു മിനിറ്റ്, അർച്ചന മാമനുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈസൽ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈമിങ് കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ. അപ്പോൾ സാറ് ഫസ്റ്റ് വേർഡ് സാറ് യൂസ് ചെയ്യുന്നത് പോലെ സാറിൻ്റെ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യും. അർച്ചന മാം ഓക്കെ അല്ലേ? ടൈമിംഗ് ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈസൽ സാർ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ആദ്യമായിട്ട് നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം നൽകിയ ട്രാൻസ്പെയറിനോട് ആദ്യമായി ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ നേരിട്ട് ഫീഡ്ബാക്കിലേക്ക് കടക്കുകയാണ്. അരോമ തെറാപ്പി എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ? അപ്പോ അങ്ങനെ ഒരു സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിന് ആശ്വാസം തരിക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് അരോമ ഈസ് എ വേവ് ഓഫ് മെമ്മറീസ് ആൻഡ് ഇമോഷൻസ് എന്ന്. അതായത് സുഗന്ധം നമ്മുടെ ഓർമ്മകളുടെയും ഒരു ഇമോഷൻസിന്റെയും ഒരു തരംഗമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ സനീഷ സർ നമുക്ക് പരിചയപ്പെടുത്തിയതും അങ്ങനെയുള്ള ഒരു, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഇങ്ങനെ സുഗന്ധം നമ്മുടെ പല രീതിയിൽ നമ്മളെ മനസ്സിന് സുഖം നൽകുന്നു അങ്ങനെ. പക്ഷെ അരോമ തെറാപ്പി എന്ന ഒരു തെറാപ്പിയെ കുറിച്ച് കൂടുതൽ ആളുകൾ പരിചിതരായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള സുഗന്ധങ്ങൾ കൊണ്ട്, ഈ ലാവൻഡർ ഓയിൽ, അതേപോലെ പുതിന ഓയിൽ, ലെമൺ ഓയിൽ, ഈ ഓയിലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകാനും കഴിയുമെന്നത് വളരെ ലളിതമായി നമുക്ക് മുമ്പിൽ നമ്മുടെ സനീഷ സർ ഇന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ കണ്ടന്റ് ഓറിയന്റ്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. അപ്പോൾ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ വളരെ ലളിതമായിക്കൊണ്ട് കാര്യങ്ങളെ ഒക്കെ തന്നെ സാറിന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ എക്സാമ്പിൾ സഹിതം സാറ് പറയുകയുണ്ടായി. കോൺസെൻട്രേഷൻ ഒക്കെ എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു ഇത്. നമ്മുടെ ഉറക്കം സമാധാനത്തോടുകൂടി ഉള്ളതാക്കി മാറ്റാൻ ലാവൻഡർ ഓയിലിന് കഴിയും. അതേപോലെ ലെമൺ ഓയിലിന് നമുക്ക് നല്ലൊരു എനർജി നൽകാൻ കഴിയും. അതേപോലെ ഇന്ന് ടീച്ചേഴ്സിന് സാറ് ടിപ്സ് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കൂട്ടാൻ സാധിച്ചു. അതേപോലെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചു, അതിന് ഫലമുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. നമ്മുടെ സുഗന്ധത്തിന് ഇത്രമേൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി മാറ്റാൻ, സുഗന്ധം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഉപകാരപ്രദമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു വളരെ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ.
വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ സാർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ സാറിന്റെ ഈ ഒരു സുഗന്ധം നിറഞ്ഞ പ്രഭാഷണം കൂടുതലൊന്ന് ഒരു നന്നായി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 2 സജഷൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ കണ്ടന്റ് പറയുന്ന സമയത്ത് ഒന്നുകൂടി നമ്മള് ആ പുസ്തകത്തിന്റെ പൊസിഷനൊക്കെ ഒന്നുകൂടി ശരിയാക്കി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഓഡിയൻസിനോട് പറയുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. കൂടാതെ നമ്മള് സാറിന്റെ ഒരു പ്രസംഗത്തിൽ നമ്മൾ ഓഡിയൻസുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്താം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ലൈഡ് ഇതോടൊപ്പം കരുതിയിരുന്നെങ്കിൽ ആ ഓയിലിന്റെ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ആ ലാവൻഡർ ഓയിൽ അത് കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോയും കൂടി നമുക്ക് പറയുമ്പോൾ കാണിച്ചു എടുത്തു കഴിഞ്ഞാൽ ആളുകളിലേക്ക് കൂടുതൽ അത് ഇറങ്ങി ചെല്ലാൻ മനസ്സിലാക്കാൻ കൂടുതൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ കൂടാതെ നമ്മളെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ കുറച്ചൊന്ന് പ്രകടമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നന്നാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കോൺഫിഡൻസോടുകൂടി കൂടുതൽ ആവേശത്തോടുകൂടി ഒന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രസന്റേഷൻ തന്നെയായിരിക്കും സാറിൻ്റെത്. അപ്പോ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാറ് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ഈ എസെൻഷ്യൽ ഓയിലൊക്കെ വളരെ ചെറിയ ബോട്ടിൽ നിന്നുകൊണ്ടും വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സാറിനും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. നമുക്കിനി ഒരു 1 മിനിറ്റ് ജഡ്ജസിന് ഇവാലുവേഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള സമയമാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള നസീന മാമിനെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവരാം. നസീന മാം വന്നോ? വന്നിട്ടുണ്ട്. ഞാനല്ലേ ഇനി അടുത്ത നെക്സ്റ്റ് വന്നു. ഓക്കെ, ഒരു മിനിറ്റ് മാം. കേൾക്കുന്നില്ല സർ. ഇപ്പൊ കേക്കാവോ മാമിന്? നസീന മാമിന് കേൾക്കാമല്ലോ അല്ലേ? സൗണ്ട് കുറവ് പോലെ. മാം ഒന്ന് നോക്കി. മാമിനെ ഞങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഓക്കെ, അർച്ചന മാം ഓക്കെ അല്ലേ? 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നസീന മാം നമ്മൾ സെക്കൻഡ് പാർട്ടിസിപ്പന്റ് ആണ്. അപ്പോ മാമിന് ഞങ്ങൾ പറയുന്നത് കേൾക്കാത്തോണ്ടാണ്. സമയം കൊടുക്കാം, ഒന്ന് റെഡി ആവട്ടെ. തീർച്ചയായിട്ടും. ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഗുഡ് ഈവനിങ്. വെരി ഗുഡ്. അനീഷ് സാർ, കൺഗ്രാറ്റുലേഷൻസ്. എക്സലന്റ് സെഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് പുതിയ ഒരു നോളജ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ഒരു ക്ലാസ് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ അതിന്റെ കണ്ടന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല റിച്ച് ഇൻ കണ്ടന്റ്, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ നോളജ് ആയിരുന്നു. സ്ലീപ്പിനും ആങ്സൈറ്റിയും സ്ട്രെസ്സിനും ഒക്കെ ഏതെല്ലാം ആ കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ ഇത്രയും ആ കറക്റ്റ് ടൈമിൽ ഇത്രയും നോളജ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് താങ്ക് യു സാർ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഒരു ഇംപ്രൂവ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആദ്യം ആകാനും നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ
സാറ് ഓഡിയൻസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു. ഓഡിയൻസിനെ അതിനകത്തോട്ടൊന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈ ക്ലാസ് എഫക്റ്റീവ് ആയിരുന്നേനെ. കുഴപ്പമില്ലല്ലോ, സാറിനത് കാര്യങ്ങൾ എന്റെ ഒരു ഇത് ഓക്കെ പറയുവാണ്. അത് ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പിന്നെ പറയാനുള്ളത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല കോൺഫിഡൻസോടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൺക്ലൂഷനിലും സാർ ഒരു കഥയിലോ എന്തെങ്കിലും ഒരു ഇതായിട്ട് കൊണ്ടുവന്ന ലാൻഡിങ്ങിൽ കുറച്ച് ഇതായിട്ട് ചെയ്യായിരുന്നു. അത് രണ്ടുമായി എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഏരിയയിലൂടെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസിന് ഇന്ററാക്ഷൻ കുറവായിരുന്നു. ആദ്യം കുറച്ചുകൂടി അതും കൂടെ ഒക്കെ മെച്ചപ്പെടുത്തിയെങ്കിൽ ഒന്നും കൂടി നല്ലതായിട്ട് ചെയ്യായിരുന്നു. കുഴപ്പമില്ല, എന്നാലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്. എനിക്ക് തന്നെ ഇനിയിപ്പോ ഉറക്കം കുറവുണ്ടെങ്കിൽ ഈ ലാവൻഡറിന്റെ ആ ഓയിലൊക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചൊക്കെ മണപ്പിക്കുക, അതൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ എനിക്ക് വിചാരിക്കുന്നു. ഉറക്കത്തിന് ഒരു ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് എനിക്ക് തന്നെ ഒരു സാറിന്റെ ക്ലാസ്സിൽ നിന്നൊരു എക്സിറ്റ് ബിഹേവിയർ എല്ലാവർക്കും കിട്ടുന്നെങ്കിൽ തന്നെ ആ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും ഓഡിയൻസിന് ഒരു ഗുണമുണ്ടായാൽ തന്നെ നല്ലൊരു സെഷൻ ആണെന്നാണ് എൻ്റെ അർത്ഥം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ. അതുപോലെ തന്നെ ഇന്നത്തെ ഇവാലുവേറ്ററായ അർച്ചന മാമിനും കോർഡിനേറ്റേഴ്സായ റസാഖ് സാറിനും അതുപോലെ റഷീദ മാമിനും അതുപോലെ മോഡറേറ്ററായ ജേക്കബ് സാറിനും എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്ന ഇതിനകത്തെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. മിസ്സിന മാം, താങ്ക് യു സോ മച്ച്. അർച്ചന മാമിന് 1 മിനിറ്റ് ടൈം കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള സുമ മാമാണ് അടുത്തത്. നമുക്ക് സുമ മാമിനെ ബ്രേക്ക്ഔട്ട് റൂമിൽ നിന്ന് മെയിൻ റൂമിലേക്ക് കൊണ്ടുവരാം. ഹായ് എവരിവൺ, ഐ എം സുമ. ഒരു മിനിറ്റ് സുമ മാം, ഞാനൊന്ന് സ്പോട്ട്ലൈറ്റ് ആയിക്കോട്ടെ. ഓക്കെ. വീഡിയോ ഓൺ അല്ലേ? വീഡിയോ ആണോ? ഓക്കെ. ആണല്ലോ. ഓക്കെ. Hi everyone, I am Suma. Thank you Saneer sir for the wonderful and informative session on aromatherapy. Actually aromatherapy കുറിച്ച് അധികം കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷേ സാറിൻ്റെ സെഷൻ കേട്ടപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു. The presentation was well structured, beginning with a clear introduction, പിന്നെ അതിൻ്റെ യൂസസ്, അത് എങ്ങനെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതിൻ്റെ ഹിസ്റ്ററി, എല്ലാത്തിനെക്കുറിച്ചും സാറ് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചൊക്കെ സാറ് നന്നായിട്ട് പറഞ്ഞു തന്നു. ഇതെങ്ങനെ കൗൺസിലിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യാം, പിന്നെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ സ്ട്രെസ്, ടെൻഷൻസ്, കോൺസെൻട്രേഷൻ, മെമ്മറി, ഇങ്ങനെയൊക്കെ എത്രത്തോളം ഇത് ബൂസ്റ്റപ്പ് ചെയ്യാമെന്നും കൗൺസിലിങ്ങിൽ ഇത് എത്രമാത്രം ഉപയോഗിക്കാമെന്നൊക്കെ സാറ് വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. ദ പർപ്പസ് ഓഫ് ദ സെഷൻ വാസ് വെരി ക്ലിയർ. പിന്നെ കുറേ സ്റ്റോറീസും കേസ് സ്റ്റഡി, ഒരു കേസ് ഇൻസിഡൻറ്റും ഒക്കെ പറഞ്ഞതിലൂടെ ഇത് ഓഡിയൻസിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ, നമുക്ക് ഈ അരോമ തെറാപ്പിയെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനും സഹായിച്ചു. സാറിൻ്റെ വോയിസ് വളരെ ക്ലിയറും ഓഡിബിളും ആയിരുന്നു ത്രൂ ഔട്ട് ദ സെഷൻ. പിന്നെ വോക്കൽ മോഡുലേഷൻ ടോപ്പിക്കിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ വളരെ കോൺഫിഡൻറ്റും പ്രൊഫഷണലിസത്തോടു കൂടിയാണ് സാറ് ഇതെടുത്തത്. എക്സാമ്പിളും എക്സ്പ്ലനേഷനും പറഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സിംപ്ലിഫൈഡ് രീതിയിലാണ് ഓരോ അതിൻ്റെ സെഷൻസ് എല്ലാം പറഞ്ഞു തന്നത്. പിന്നെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ടൈം മാനേജ്മെൻറ്റ് കുറച്ചും കൂടി സെറ്റാക്കാമായിരുന്നു എന്ന് ഫീൽ ചെയ്തിരുന്നു. പിന്നെ കുറച്ച് ഓഡിയൻസ് ഇൻട്രാക്ഷൻ കുറച്ചും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സെഷൻ കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് ഓഡിയൻസിൻ്റെ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ കുറച്ചും കൂടി കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉൾപ്പെടുത്തി
ഇരുന്നിരുന്നെങ്കിൽ പ്രസൻറ്റേഷന് ഇത് ഒത്തിരി മെമ്മറബിൾ ആക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. ഓവറോൾ ദ സെഷൻ വാസ് എക്സലൻറ്റ് ആൻഡ് വെൽ ഡെലിവേർഡ് പ്രസൻറ്റേഷൻ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. വെൽക്കം. താങ്ക് യു സുമ മാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ മൂന്നാമത്തെ പാർട്ടിസിപ്പൻറ്റിന്റെ ഫീഡ്ബാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാലാമതായി വരുന്നത് അനീഷ മാമാണ്. നമുക്ക് അനീഷ മാമിനെ മെയിൻ റൂമിലേക്ക് കൊണ്ടുവരാം. അനീഷ മാം വന്നോ? യെസ്. ഓക്കെ മാം, വീഡിയോ ആണല്ലേ? അതെ, വീഡിയോ ഓണാണ്. ഒരു മിനിറ്റ് മാം, വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയേ. അർച്ചന മാമിന് 1 മിനിറ്റ് ഉള്ളൊരു ടൈമാണ്. ഓക്കെ. ഓക്കെ റസക് സർ. ഓക്കെ. അനീഷ മാം ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ട ഇവാലുവേറ്ററായ അർച്ചന മാമിനും ട്രാൻസ്പയർ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനീഷ എന്നാണ്. ഞാൻ ഫീഡ്ബാക്ക് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്, സനീഷ് സാറിൻ്റെ ക്ലാസ് വളരെ ഹെൽപ്ഫുള്ളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. അതിൻ്റെ കണ്ടന്റ് അരോമ തെറാപ്പി എന്നതിനെ കുറിച്ചാണ് സാർ നമ്മളോട് പറഞ്ഞത്. അത് വളരെ നന്നായിട്ട് തന്നെ സാർ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിലിംഗ്, അതായത് ഇൻട്രോഡക്ഷൻ വളരെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ ബോഡി പാർട്ട് വളരെ നന്നായിട്ട് ഡീറ്റെയിൽസ് നന്നായി തന്നിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ദ സെക്ഷൻ കൺക്ലൂഷനും നന്നായിട്ട് പറഞ്ഞു. അതാണ് അതിൻ്റെ സ്ട്രക്ചർ ഓക്കെ ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു വോയിസ് മോഡുലേഷൻ്റെ ഒരു കാര്യം പറയുമ്പോൾ വോയിസ് മോഡുലേഷനും നല്ലതായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് സ്പീഡ് കൂടിപ്പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി കണ്ടന്റും ഇൻട്രോഡക്ഷനും അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ എങ്ങനെ അത് പ്രോസസ്സ് ചെയ്തു, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കുട്ടിയുടെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ സാറ് വളരെ നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് എന്തോ കുറച്ച് സ്പീഡ് കൂടിയ പോലെ തോന്നി. അതായത് നമുക്കത് അബ്സോർബ് ചെയ്യുമ്പോഴേക്കും നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടന്നു. ചെറിയൊരു പോസസ് ഒക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇത്തിരി കൂടെ കുറച്ചും കൂടെ ഓഡിയൻസിന് ചിലപ്പോൾ എൻ്റെ ഇതായിരിക്കാം, എനിക്ക് കുറച്ചും കൂടെ കേൾക്കാൻ കുറച്ചും കൂടെ സ്ലോ ആക്കിയെങ്കിൽ, പേസ് ഇത്തിരി കുറച്ചിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ അടുത്തത് വരുന്നത് വോയിസിന്റെ ക്ലാരിറ്റി കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്തിരി പേസ് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് നെയിംസും കോഡ്സ് ഒക്കെ പറഞ്ഞത് കുറച്ച് സ്പീഡ് കൂടിയ പോലെയാണ് ഫീൽ ചെയ്തത്. ബാക്കി റെസ്റ്റ് ഓഫ് ദ സെഷൻ വളരെ നല്ലതായിരുന്നു. പിന്നെ ഹാൻഡ് ഗസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും ഒക്കെ ഇത്തിരിയും കൂടെ ഒന്ന്, ഇപ്പൊ വീഡിയോ ആയതുകൊണ്ട് ഇത്രേ പറ്റുള്ളൂ, എന്നാലും നമ്മുടെ ഹാൻഡും ഐ കോണ്ടാക്ട്സും ഒക്കെ ഇത്തിരിയും കൂടെ നല്ലതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്യാച്ചിങ് ആകുമായിരുന്നു എനിക്ക് തോന്നി. പിന്നെ സാറ് നോക്കി വായിച്ചതുപോലെ ഒരു ഫീല് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പറയുന്നുണ്ടെങ്കിലും നോക്കി വായിച്ചപ്പോൾ ഒരു ചെറിയൊരു ചിരി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഡീറ്റെയിലിങ്ങും എക്സ്പ്ലനേഷനും ഒക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷെ ഒരു ചെറിയൊരു പുഞ്ചിരി, ലാസ്റ്റ് ചിരിച്ചു, ആൾക്ക് എന്തോ ഒരു ടെൻഷൻ ഫീൽ ചെയ്ത പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതായത് എങ്ങനെയെങ്കിലും സെഷൻ ഒന്ന് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ചെറുതായിട്ടുണ്ടായി. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല, വളരെ നല്ല ഡീറ്റെയിലിംഗ് ആയിരുന്നു, നോ ഇഷ്യൂസ്. അതുപോലെ തന്നെ പിന്നെ പറയാന്ന് വെച്ചപ്പോൾ സ്റ്റാർട്ടിങ്ങും അതിന്റെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ അത് യൂസ് ചെയ്യാം, അതിന്റെ എക്സാമ്പിൾസ്, അതൊക്കെ സാർ നന്നായി പറഞ്ഞിരുന്നു.
അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് പറയാനും കൺക്ലൂഡ് ചെയ്യാനും സാധിച്ചു. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഒരു ക്യാച്ചിങ് ആയിട്ട് ഒരു കോഡ്സോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഓഡിയൻസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യിക്കാൻ കുറച്ചും കൂടെ ചെറിയൊരു ആരും ഒന്നും മിണ്ടാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഈ സെഷൻ വളരെ കുറച്ച് നേരമല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തീർക്കണമല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഞാനതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇൻട്രൊഡക്ഷനും ഡീറ്റെയിലിങ്ങും ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് പോസസ് കൊടുക്കാമായിരുന്നു, പിന്നെ ഒരു സ്ക്രീൻ ഷെയർ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു. അതായത് കോഡ്സ് ഒക്കെ ഒരു പ്രസന്റേഷനിൽ ഇട്ട് ഒന്നും കൂടെ കാണിച്ചിരുന്നെങ്കിൽ നമുക്കതൊന്നും കൂടെ വ്യൂ ചെയ്യും കൂടെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ സാറിന്റെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഇൻട്രോഡക്ഷൻ വളരെ നന്നായിരുന്നു. ബോഡി അതിന്റെ ഡീറ്റെയിലിംഗ് ഫുള്ള് നല്ലതായിരുന്നു. അതായത് ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തിരി സ്പീഡ് ഒന്നും കൂടെ കുറച്ചിരുന്നെങ്കിൽ, ഒരു കോഡ്സ് ഒക്കെ നമുക്ക് മൈൻഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയേക്കാളും കൂടുതൽ സ്പീഡ് കൂടിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാറിന് ചെറുതായിട്ട് നല്ലൊരു സെഷനിലേക്ക് ചെറിയ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, പിന്നെ ഒരു ചിരി ഒന്ന് മുഖത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനായാലും പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചിരി വരാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. സാറിന് ചെറിയ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരുത്താൻ ശ്രമിച്ചാൽ വളരെ നല്ലൊരു ട്രെയിനറായിട്ട് മുന്നോട്ട് തന്നെ പോകാം. അപ്പൊ ഇനിയും സാറിന് ആശംസകൾ നേരുന്നു. ഇനിയും നല്ല നല്ല ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു അനീഷ മാം. നമ്മുടെ 4ാമത്തെ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഫീഡ്ബാക്കും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഉള്ളത് ഹസീന മാമാണ്. ഹസീന മാമിനെ നമുക്ക് മെയിൻ റൂമിലേക്ക് കൊണ്ടുവരാം. 1 മിനിറ്റ് അർച്ചന മാമിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഹസീന മാമിന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ഹസീന മാം, ജസ്റ്റ് വെയിറ്റ്. ഞാനൊന്ന് സ്പോട്ട് ലൈറ്റ് ആയിക്കോട്ടെ. ഓക്കെ ഹസീന മാം, സ്റ്റാർട്ട് ആവാം. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഹസീന. ഇന്നത്തെ നമ്മുടെ ജനറൽ ഇവാലുവേറ്റർ അർച്ചന മാം, നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ ഓഡിയൻസ്, ഇന്ന് നമുക്ക് സെഷൻ എടുത്ത സനേഷ് സാർ, ട്രാൻസ്ഫർ ടീം മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, സാറിനെ എനിക്ക് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ആരോഗ്യ തെറാപ്പി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ടും ഇൻഫോർമാറ്റീവായിട്ടും സാർ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു സാധാരണ ഇതിനെക്കുറിച്ചൊരു മുൻപരിചയം ഇല്ലാത്തവർക്ക് പോലും നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ സാർ ക്ലാസ് എടുത്തായിരുന്നു. പിന്നെ അതിനെനിക്ക് പറയാനുള്ളത്, ടോപ്പിക്ക് ക്ലിയറും വെൽ സ്ട്രക്ചേർഡും ആയിരുന്നു. ഓഡിയൻസിനെ മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും സാധിക്കുന്ന തരത്തിൽ ഈസി ആയിട്ടായിരുന്നു സാർ ക്ലാസ് എടുത്തത്. നല്ല അപ്പിയറൻസ് ആയിരുന്നു. ക്യാമറ പൊസിഷനും കറക്റ്റ് ആയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് സബ്ജക്ട് നോളജ് ആണ്. പിന്നെ വോയിസ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കോണ്ടന്റ് നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രസന്റേഷൻ സ്റ്റൈലും നന്നായിരുന്നു. ഇടയ്ക്ക് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ചില ഇതിലൊക്കെ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് തോന്നിയ ഏരിയ എന്ന് പറയുന്നത് ഹാൻഡ് ജെസ്റ്റേഴ്സ് കുറച്ചുകൂടി ഉപയോഗിക്കാൻ തോന്നി. പിന്നെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓഡിയൻസിനോട് ചോദിക്കാൻ കുറച്ചുകൂടി എൻഗേജ് ചെയ്യിക്കായിരുന്നു ഓഡിയൻസിനെ തോന്നിയായിരുന്നു. പിന്നെ സാർ നോക്കി കുറച്ച് നോട്ട്സ് ഈ കുറിപ്പ് വായിക്കുന്നതിന് പകരം കുറച്ചുകൂടി ഐ കോണ്ടാക്ട് ഓഡിയൻസിന് കൊടുത്താൽ നല്ലതായിരുന്നു തോന്നിയായിരുന്നു. പിന്നെ പ്രധാന പോയിന്റുകളൊക്കെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയായിരുന്നു. സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓവറോൾ ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വെൽ പ്രസന്റഡ് ആയിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് സാറിന് നല്ല സെഷൻസ് അവതരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു ഹസീന മാം. ഓക്കെ, നമ്മുടെ 5 പാർട്ടിസിപ്പൻ്റ് ഫീഡ്ബാക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് എങ്ങനെ ഒരു പ്രൊഫഷണലായി ഫീഡ്ബാക്ക് പറയാം എന്നതായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പിന്നെ ജനറൽ ഇവാലുവേറ്റർ പറയും. അപ്പോൾ ഞാൻ തിരിച്ച് മോഡറേറ്ററിലേക്ക് പോകുന്നു. ജേക്കബ് സാർ. താങ്ക് യു സോ മച്ച് കണ്ടസ്റ്റന്റ്. സർ എക്സ്ക്യൂസ് മീ, റസാഖ് സർ, ഇവിടെ ഹസീന മാമിന്റെ ടൈമിംഗ് ഒന്ന് പറയാമോ? ഹസീന മാം 2 മിനിറ്റ് താഴെ അല്ലേ? അതെ. താങ്ക് യു സോ മച്ച് കണ്ടസ്റ്റൻസ്. വളരെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ഓരോ ഫീഡ്ബാക്കുകളിലെ വ്യത്യസ്തമായ ഫീഡ്ബാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റി. താങ്ക് യു റസാഖ് സർ, ആ ഒരു ടെക്നിക്കൽ സൈഡ് ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്ത് തന്നതിന്. നമ്മുടെ ജനറൽ ഇവാലുവേറ്റർ അർച്ചന മാമിന്റെ ടൈമാണ് ഇനിയും. നമ്മൾ 5 കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ടൈമിങ്, എല്ലാവരുടെയും എങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്തു, മാമിന് കുറച്ച് ചാലഞ്ച് ആയിട്ടുണ്ടായിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ മാമിന് പറയാനുള്ള അവസരമാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ വെൽക്കമിങ് അർച്ചന മാം, ഓവർ ടു യു മാം. താങ്ക് യു ജേക്കബ് സർ. സോ ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. തീർച്ചയായും ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. വെരി ഗുഡ് ഗുഡ് ഈവനിങ്. ഈവനിങ് മാം. തീർച്ചയായിട്ടും വെരി ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും വളരെ ഒരു വ്യത്യസ്തമായ ഒരു ആശയം ആണ് നമ്മുടെ ട്രാൻസ്പയർ മുന്നോട്ട് വെച്ചത്, അല്ലെ? മേ ബി പുറം രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ഇവാലുവേഷൻ കോമ്പറ്റീഷനും അല്ലെങ്കിൽ പ്രസന്റേഷൻ കോമ്പറ്റീഷനുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിൽ ഒരു നോൺ സർക്കിള് മേ ബി ദർ ആർ പ്ലേസസ് വേർ ഇങ്ങനെ പ്രോഗ്രാം കണ്ടക്ട് ആവുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇടയിൽ ഒരു നോൺ സർക്കിൾ ഇങ്ങനെ ഒരു കണ്ടസ്റ്റ് വെക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഐ എം റിയലി ഹാപ്പി. ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ആളുകൾക്ക്, അല്ലെ, കൂടുതൽ ആളുകൾക്ക് മുന്നോട്ട് വരാനും ഒരു സെഷൻ കേട്ട് എങ്ങനെയാണ് സെഷൻ കേട്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി. അഭിപ്രായം പറയുക എന്നുള്ളതും ഒരു പരിധിവരെ ഈസിയാണ്. പക്ഷെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ പ്രചോദിപ്പിക്കാൻ, അല്ലെ, പ്രചോദനം നൽകാനും തളർത്താനും ഒരേ സമയം സാധിക്കുന്ന ഒരു സാധനമാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് സെഷൻ എടുക്കുന്ന ആൾക്ക് ശരിക്കും അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനും വളരെ മഹത്വമുണ്ട്, അല്ലെ? അയാൾ ഇനിയൊരു വേദിയിൽ അയാൾ പങ്കെടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മുടെ റെസ്പോൺസസ് ആണ്. കയ്യടിയേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ തന്നെ ഫീഡ്ബാക്കിനെ കുറിച്ച് പറയാം. നമ്മൾ ഫീഡ്ബാക്ക് പൊതുവെ നമ്മൾ സെഷൻസ് എടുക്കുമ്പോഴും സ്റ്റുഡൻസിനായാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് സാൻഡ്വിച്ച് മെത്തേഡ്. സാൻഡ്വിച്ച് മെത്തേഡിലായിരിക്കണം നമ്മുടെ ഫീഡ്ബാക്കുകൾ എപ്പോഴും വരേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ ആ സെഷൻ വളരെ ക്ലിയർ ആയി മുഴുവൻ കേട്ടിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ തയ്യാറാവണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളത് ഫുൾ കേട്ടിട്ടുണ്ടാവണം. അവിടെ ഇവിടെയും കേട്ടത് കൊണ്ടോ, അല്ലെ, ചില ആളുകളൊക്കെ ഉണ്ട് സെഷന്റെ അവസാന ഭാഗത്തിലേക്കായിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിൽ കുറച്ചു നേരം ഉണ്ടാവും, പിന്നെ എൻഡിങ് പാർട്ടിലായിരിക്കും ഈ ഫീഡ്ബാക്ക് പറയാറാവുമ്പോൾ ഓടിക്ക് കിതച്ച് വരുന്നത്. ആൻഡ് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്നുള്ള രീതിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു പോകും. പക്ഷെ അത് ഒരിക്കലും യു ഷുഡ് നോട്ട് അറ്റംപ്റ്റ്. ഇഫ് യു ആർ ഗോയിങ് ടു ഗിവ് ആൻ ഫീഡ്ബാക്ക്, അതൊരു മസ്റ്റ് ആണ്. യു ഷുഡ് ഹിയർ ദ ഹോൾ ക്ലാസ് എന്ന് പറയുന്നത്. ഫീഡ്ബാക്കിൽ നമ്മൾ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെഷൻ കേട്ടതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മുതിരുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് പോസിറ്റീവ്സ് ആണ്. അപ്പൊ കഴിയുന്നതും എപ്പോൾ ഒരു സെഷൻ കേൾക്കുകയാണെങ്കിലും ആദ്യം ഇവിടെ ട്രാൻസ്പയറിൽ നമ്മൾ കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, അല്ലെ, ഒരു പേപ്പറും പേനയെങ്കിലും കരുതണം എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഡാറ്റ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അറ്റ് ലാസ്റ്റ് എന്തൊക്കെയാണ് കേട്ടതെന്ന് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരെ, എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതൊക്കെ ഒന്ന് ജോട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഫീഡ്ബാക്ക് പറയാൻ മുതിരാൻ. അപ്പൊ ആദ്യം നമ്മുടെ ഫീഡ്ബാക്കിന്റെ സ്ട്രക്ചറിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്സ്. ആ സെഷനിൽ നമുക്ക് കിട്ടിയ പോസിറ്റീവ്സ് ആയിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ കൊണ്ട് കിട്ടിയ പോസിറ്റീവ്സ് പറയണം. അത് കഴിഞ്ഞ് ആ ട്രെയിനിങ് സെഷനിൽ അവരുടെ സംസാര രീതിയിൽ നിങ്ങൾ കണ്ട പോസിറ്റീവ്സ് എന്താണ് ഹൈലൈറ്റ് ചെയ്ത് പറയണം. ആ പോസിറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിർത്തി
പിന്നെയാണ് നമ്മൾ നെഗറ്റീവ്സിലേക്ക് പോകുന്നത്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നെഗറ്റീവ്സ് ആയിട്ടല്ല നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഇംപ്രൂവൈസേഷൻ. അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള മേഖലകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയയാണ് അവർ ശ്രദ്ധിക്കാതെ പോയത്, എന്തൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരുന്നേനെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന്റെ ഒരു മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ വരേണ്ടത്. ആൻഡ് പിന്നെ അങ്ങനെ ഒരു നെഗറ്റീവ്സ് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കരുത്. കാരണം ഈ എത്രയും നേരം അതായത് ഒരു ട്രെയിനർ ഒരു സെഷൻ എടുക്കുമ്പോൾ എത്ര നല്ല ട്രെയിനർ ആണെങ്കിലും അവർ ഒരുപാട് പ്രിപ്പറേഷനിലൂടെ ആയിരിക്കും അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്, അല്ലേ? എക്സ്പെക്ടേഷനിലൂടെയും പ്രിപ്പറേഷനിലൂടെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസും എല്ലാം പറയുമ്പോൾ അതൊരു ഓഫ് കോഴ്സ് അതൊരു കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു ഫസ്റ്റ് ടൈം ട്രെയിനർ ആവാം, ചിലപ്പോൾ നല്ല പ്രൂവൺ ട്രെയിനർ ആവാം, XYZ എങ്ങനെയും ആവാം. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര കീനായിരിക്കും എന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറയുന്നത്. പോസിറ്റീവ്സ് സന്തോഷിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്ന ഇംപ്രൂവൈസേഷൻ ഏരിയ ഒക്കെ അവരിങ്ങനെ ആലോചിക്കായിരിക്കും. ഓ, ഞാനപ്പം അത് ചെയ്തില്ല അല്ലേ, ഞാൻ ഹാൻഡ് ജസ്റ്റേഴ്സ് ചെയ്തില്ല അല്ലേ, ഞാൻ ആ കൈ ഉയർത്തിയില്ല അല്ലേ. നമ്മളിങ്ങനെ പറയുമ്പം അവരും റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് പറഞ്ഞ് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം അവർ കുറച്ച് ഡിപ്പ് മോഡിലായിരിക്കുമല്ലോ നിൽക്കുന്നത് അവരുടെ ഇംപ്രൂവൈസേഷൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. നൗ ഈ എഗെയിൻ നമ്മൾ ആ സാൻഡ്വിച്ച് മെത്തേഡിൽ 2 ബണ്ണിന്റെ ഇടയിലാണ് പ്ലേസ് ചെയ്യുന്നത്, അല്ലെ? മെയിൻ ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവിടെയാണ്. ലെറ്റ്യൂസ് ലീവ്സ് ആയാലും നമ്മുടെ പാറ്റീസ് ആയാലും ഒക്കെ നടുക്കാണ് വരുന്നത്, ചീസ് എല്ലാം നടുക്കാണ് വരുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഈ നടുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി മോള് ടോപ്പപ്പ് ചെയ്യണ്ടേ. സോ വെൻ യു ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് യുവർ ഫീഡ്ബാക്ക് എഗെയിൻ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്താണ്? എഗെയിൻ വി ഹാവ് ടു ഹൈലൈറ്റ് ആ ഒരു ട്രെയിനറിന്റെ സ്ട്രെങ്ത് എന്തായിരുന്നു, പോസിറ്റീവ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും ഫീഡ്ബാക്ക് ഒരു സാൻഡ്വിച്ച് മോഡലിലായിരിക്കണം, മെത്തേഡിലായിരിക്കണം. ആദ്യം നമ്മൾ പോസിറ്റീവ്സ് പറയുന്നു, അതിനുശേഷം അവർ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ഏരിയാസ് പറയുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അവരെ കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു ടൈമാണ്, അല്ലെ? അവരെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഒത്തിരി ഡൗൺ ആയിരിക്കുന്ന അയാളെ ബൂസ്റ്റ് ചെയ്യണം, അയാൾ വീണ്ടും ഒരു വേദിയിലേക്ക് വരണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പോസിറ്റീവാണ്, നിങ്ങളുടെ ഹൈലൈറ്റ്സ് ആണ്. നിങ്ങൾ അത് സ്ട്രോങ് ആയി പിടിക്കുന്നതിന്റെ ഒപ്പം ഈ കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് സോ മെനി ഏരിയാസ് അല്ലെങ്കിൽ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളൊരു പോസിറ്റീവും കൂടി പറഞ്ഞിട്ട് വേണം എപ്പോഴും വൈൻഡ് അപ്പ് ചെയ്യാൻ. സോ ദിസ് ഇസ് ഹൗ വി ഗീവ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് പറയുന്നത് ഒരു ആർട്ടാണ്. നമ്മളൊരാൾക്ക് ഒരു ക്ലാസ് കേട്ടിട്ട് വെരി ഗുഡ്, സൂപ്പർ എന്ന് പറയാൻ ആർക്കും സാധിക്കും. പക്ഷെ ശരിയായ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ് വന്നിരിക്കുന്ന ട്രെയിനറിന് അത് ബെനിഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതൊരു ആർട്ടാണ്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം ഹൗ ടു ഗീവ് ഫീഡ്ബാക്ക്. നമ്മൾ പറയും ടേക്ക് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കേൾക്കുന്ന ആളും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുപോലെ ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആളുകളും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സനീഷ് സർ പോയോ? ഓക്കെ മാം. സനീഷ് സാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എടുത്തത്. എറോമ തെറാപ്പി ഐ തിങ്ക് ഇപ്പം കൗൺസിലിംഗ് മേഖലകളിലും എല്ലാം ഒരുപാട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എറോമ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഗിഫ്റ്റ് ചെയ്യുന്നത് പോലും സെന്റഡ് ക്യാൻഡിൽസ്, അല്ലെ? സെന്റഡ് ക്യാൻഡിൽസും സാധനങ്ങളും ആണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു സ്മെല്ല്, ആ ഒരു ഫീലിന് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് മാജിക് എന്നാണ് പറയുന്നത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എറോമ തെറാപ്പി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും എന്ന് ചോദിച്ചപ്പം നോബഡി റിയാക്റ്റഡ്. എല്ലാവരും പറഞ്ഞു നോ, ഇൻക്ലൂഡിങ് മീ. ബട്ട് ആക്ച്വലി എറോമ തെറാപ്പി സംതിങ് നമ്മൾ കോൺഷ്യസ്ലി എടുക്കുന്നതല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും എറോമ തെറാപ്പി അനുഭവിക്കുന്നുണ്ട്. ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനത്തിരി ആവാം, അല്ലെ? ഒരു സാമ്പ്രാണി ആവാം, എന്തെങ്കിലും ആവാം. ഇപ്പൊ വളരെ നല്ല ഒരു ഫ്രേഗ്രൻസ് ഉള്ള ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് ട്രാവൽ ചെയ്യും, ഒരു ബസ് യാത്രയാവാം. ഈവൺ ആ ഒരു അടുത്തിരിക്കുന്ന ആളിൽ നിന്ന് കിട്ടുന്ന സ്മെല്ല് പോലും എവറിത്തിങ് ഈസ് എ തെറാപ്പി. നമ്മൾ പറയും അല്ലെ, ആ പുതു മഴയുടെ മണ്ണിന്റെ മണം, അതൊരു തെറാപ്പിയാണ്. ചിലവർക്ക് ആ മണം കേൾക്കുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ഓൾ ദീസ് ആർ എറോമ തെറാപ്പി ഈവൻ ദോ വി ഡോണ്ട് നോ എന്നുള്ളത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ വളരെ നല്ലൊരു സെൽഫ് ഇൻട്രോ ഓട് തുടങ്ങുകയും നല്ലൊരു ടോപ്പിക് ഇൻട്രോ കൊടുത്ത് ഇനീഷ്യലി ഒരു ക്വസ്റ്റ്യൻ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. കണ്ടന്റ് വാസ് റിയലി റിച്ച്. കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ അതിനെ പാകപ്പെടുത്തി ഓർഡർ ആക്കി കൊണ്ടുവന്നിട്ടാണ് അത് പ്രസന്റ് ചെയ്തത്. ദർ വെർ പോയിന്റ്സ്. സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്തു, ഒരു എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്തു. ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞു, ഒരു കുട്ടിയുടെ പരീക്ഷാ മാർക്കിന്റെ കാര്യം, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്, ഒരു ടീച്ചറിന്റെ എക്സ്പീരിയൻസ് അതിലേക്ക് കൊണ്ടുവന്നു. സോ സ്റ്റോറിയും ഇതും എല്ലാം കൊണ്ടുവന്ന ആളുകളെ എൻഗേജ് ചെയ്ത് നിർത്തി എന്നുള്ളതാണ്. ജെസ്റ്റേഴ്സ് വെയർ ദെയർ,
അതുപോലെ ഒരു നല്ല എൻഡിങ് സമ്മറൈസ് ചെയ്തുകൊണ്ട് അല്ലെ, ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് എന്നൊരു ജനറൽ ഒരു സമ്മറൈസും കൂടി കൊടുത്ത് താങ്ക് യു നോട്ടും കൊടുത്ത് അത് കഴിഞ്ഞ് വിട്ടുപോയെങ്കിലും പെട്ടെന്ന് ഫീഡ്ബാക്കും കൂടി ചോദിച്ചുകൊണ്ടാണ് ആ സെഷൻ അവസാനിപ്പിച്ചതെന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത് പറയുകയാണെങ്കിൽ, ഹാൻഡ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, പക്ഷെ വിസിബിലിറ്റി വാസ് ലെസ് ഡ്യൂ ടു ദാറ്റ് ക്യാമറ പൊസിഷനിങ്. ക്യാമറയുടെ പൊസിഷനിങ് കാരണം കൈകൾ താഴെ ആയതുകൊണ്ട് കുറച്ച് ദൂരം ഒരു ഹാഫ് വേ കഴിഞ്ഞപ്പം ഐ ഫീൽ സനീഷ് സാറിന് അത് മനസ്സിലായത് കൊണ്ടായിരിക്കും കൈ നല്ലോണം റേസ് ചെയ്തിട്ട് തന്നെ ഹാൻഡ് ജസ്റ്റേഴ്സ് വിസിബിൾ ആക്കിയിരുന്നു. അതുപോലെ ഐ ഫെൽറ്റ് വോയിസ് മോഡുലേഷൻ കുറച്ചും കൂടി ആവാമായിരുന്നു എന്ന് തോന്നി. കാരണം കുറച്ചൊരു മോണോട്ടോൺ ഫീൽ ആയിട്ട് പോയി. പിന്നെ അതുപോലെ ഓഡിയൻസിന് ഓണർഷിപ്പ് കൊടുക്കാൻ വിട്ടുപോയി. ടോപ്പിക് കണ്ടന്റ് റിച്ച് ആയപ്പോൾ നമുക്ക് ഓഡിയൻസിനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം കൊടുത്തില്ല. സെഷൻ വൺ സൈഡഡ് ആയിട്ട് പോയി എന്നുള്ളതാണ്. അതൊരു എന്താ പറയുന്നത്, അവരിലേക്കും ഒരു ഓണർഷിപ്പ് കൊടുത്ത് അവരെയും ഇൻക്ലൂഡ് ചെയ്ത് അവർക്കും അനുഭവങ്ങളുണ്ടോ, ചോദ്യങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. സോ ഇന്ററാക്ഷൻ പാർട്ട് വാസ് എ ബിറ്റ് ലോ. പിന്നെ ടു മച്ച് ഓഫ് നോട്ട്സ് ഡിപ്പെൻഡൻസി എനിക്ക് തോന്നി. അത് പോയിന്റ്സ് ആയിട്ട് കാര്യങ്ങൾ എഴുതിയത് കൊണ്ടായിരിക്കാം നോട്ട്സിലേക്ക് ഇത്തിരി ഡിപ്പെൻഡൻസി കൂടിപ്പോയി എന്നുള്ളത്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രിപ്പറേഷൻ എപ്പോഴും ഞാൻ പറയും, സനീഷ് സാറിന്റെ കോണ്ടന്റ് പ്രിപ്പറേഷൻ വളരെ റിച്ച് ആണ്. എപ്പോഴും അതിന് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ. നല്ലോണം കോണ്ടന്റ് എഴുതുക, കൃത്യമായി ചിട്ടപ്പെടുത്തുക, എന്തിനു ശേഷം എന്ത് പറയണം, ഏത് പോയിന്റ് പറയണം. സോ യുവർ പോസിറ്റീവ് ലൈസ് ദെയർ. നല്ല രീതിയിൽ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനുള്ളതും ക്ലാരിറ്റിയോടെ പറയാനും സാധിക്കുന്നത് സനീഷ് സാറിന്റെ ഒരു പോസിറ്റീവാണ്. അപ്പൊ ബാക്കിയുള്ള ആ കുഞ്ഞു കുഞ്ഞു ഏരിയാസും പേസും ഇതും എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് അവസരങ്ങളിൽ വളരെ നന്നായിട്ട് തന്നെ പ്രകടനം ആക്കാൻ പറ്റും കഴിവ് എന്നുള്ളതാണ് കേട്ടോ. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് സനീഷ് സർ. ഇത്തരത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ കേട്ടോ. താങ്ക് യു മാം. സോ ഐ തിങ്ക് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ആരാണ് വളരെ നന്നായിട്ട് അല്ലെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഒരുപാട് കാര്യങ്ങൾ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് ഏരിയാസ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി വന്നത്. ഐ തിങ്ക് ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള ആ ഒരു വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്. ഓരോരുത്തരുടെയും എങ്ങനെയാണ് ഓരോരുത്തർ ഫീഡ്ബാക്ക് പറഞ്ഞതെന്നുള്ളതിലേക്ക് പോകുന്നില്ല. ഐ തിങ്ക് ഐ ക്യാൻ സ്ട്രേറ്റ് അവേ ഗോ ടു ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ ഇന്നത്തെ ഫീഡ്ബാക്ക് പറഞ്ഞത് എന്ന്, അല്ലേ ജേക്കബ് സർ? അപ്പൊ ഇന്നത്തെ ഇവാലുവേഷനിൽ ഏറ്റവും മികച്ച രീതിയിൽ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്ത് ട്രെയിനറിനെ ആദ്യം നല്ല രീതിയിൽ എക്നോളജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ട്രെയിനർ കടന്നുപോയ പോസിറ്റീവായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും എടുത്തു പറഞ്ഞ് അതിനുശേഷം ഇംപ്രൂവ്മെന്റ് ഏരിയാസിനെയും എടുത്തു പറഞ്ഞ് ഫൈനൽ ഓവറോൾ ആയിട്ട് എന്താ പറയുന്നത്, നമ്മുടെ ട്രെയിനറിന്റെ ഇന്നത്തെ പെർഫോമൻസിന് ഓവറോൾ പോസിറ്റീവ് കൊടുത്ത് ആ ഒരു സാൻഡ്വിച്ച് മെത്തേഡ് കൃത്യമായി നോക്കുകയും അതുപോലെ മാക്സിമം ഞാനൊരു ജനറൽ കുറച്ചൊരു ഏരിയാസ് പറയണം നമ്മുടെ ഇവാലുവേറ്റേഴ്സ് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. അതിൽ മാക്സിമം ഏരിയാസ് നല്ല രീതിയിൽ കവർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് സുമ മാം ആണ്. സുമ TS ആണ് ഇന്നത്തെ ഇവാലുവേഷനിൽ ബെസ്റ്റ് ഇവാലുവേറ്റർ ആയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് സുമ മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സനീഷ് സർ, ജേക്കബ് സർ, എല്ലാവർക്കും താങ്ക് യു. അബ്ദുൾ റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഐ എം സോ ഹാപ്പി. താങ്ക് യു. എനിക്ക് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം, അതുകൊണ്ട് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു മാം. പിന്നെ അർച്ചന മാം പറഞ്ഞ വരെ അസീന മാം ഒരു 30 സെക്കൻഡോ ഇത്രയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. മാമിന് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു, അവർക്കൊരു ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒരു ഇംപ്രൂവ്മെന്റ് അവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണെങ്കിൽ അവർക്കൊരു ഇംപ്രൂവ്മെന്റ് ഏരിയ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എല്ലാ ഏരിയാസും നമ്മൾ എടുക്കണം. ഇപ്പൊ ഞാൻ പേരായിട്ട് എടുത്തു പറയുന്നില്ല, ചില ആളുകൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ വർ സ്വിച്ചിങ് ദംസെൽസ്. ഒരു പോസിറ്റീവ് പറഞ്ഞു, പിന്നെ ഒരു നെഗറ്റീവ് പറഞ്ഞു, വീണ്ടും ഒരു പോസിറ്റീവ് പറഞ്ഞു, ഒരു നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ അതെന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആണ് അല്ലെ, ആ ഫീഡ്ബാക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആണ്.
പോസിറ്റീവ് പറയുമ്പം അവർ ആ എന്ന് വിചാരിക്കുമ്പോൾ ഉടനെ അടുത്തത് നെഗറ്റീവാണ്, വീണ്ടും പോസിറ്റീവാണ്. സോ ദ പോയിന്റ്സ് വെർ വെൽ നോട്ടഡ്, നന്നായി നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ച് റെൻഡർ ചെയ്യും, അത് തിരിച്ച് പറയുമ്പോൾ അത് സ്ട്രക്ചേർഡ് ആയിരുന്നില്ല. അതാണ് ഒരു ഫോൾട്ട് ഞാൻ കണ്ടത്. പിന്നെ സാൻഡ്വിച്ച് മെത്തേഡിൽ തന്നെ ഓരോരുത്തർ യൂസ് ചെയ്തപ്പോൾ സാൻഡ്വിച്ചിൽ ഫസ്റ്റ് ബണ്ണ് വെച്ചു, അത് കഴിഞ്ഞുള്ള എല്ലാ സാധനങ്ങളും അതിൽ നിറച്ച് ചീസൊക്കെ വെച്ച് ടോപ്പ് ചെയ്തു, മേലത്തെ ബണ്ണ് വെക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. ആ സാൻഡ്വിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് ആദ്യം പോസിറ്റീവ്സ് പറഞ്ഞു, പിന്നെ നെഗറ്റീവ്സ് പറഞ്ഞു, കൺക്ലൂഡ് ചെയ്തു. വീണ്ടും ആ ഒരു ട്രെയിനറിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ ആ ലാസ്റ്റ് പോസിറ്റീവ് ഇടാൻ വേണ്ടി വിട്ടുപോയി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഫീഡ്ബാക്കിൽ പരമാവധി സാധനങ്ങൾ നോട്ട് ചെയ്യാൻ നമ്മുടെ എല്ലാ ഇവാലുവേറ്റേഴ്സും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവരത് തിരിച്ച് അവർ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ വന്ന ചെറിയ പാളിച്ചകൾ കൊണ്ട് മാത്രമാണ് ഇന്ന് സുമ മാം ബെസ്റ്റ് ഇവാലുവേറ്റർ ആയിട്ട് മാറിയത്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ആ ഒരു രീതിയിലേക്ക് വളർന്നു വരാൻ പറ്റും, അതിന് നിസ്സംശയമാണ്. കാരണം എല്ലാവർക്കും ആ രീതി അറിയാം, ഇത് എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത് എന്നറിയാം. ഇനി അത് എങ്ങനെയാണ് റെൻഡർ ചെയ്യേണ്ടത്, തിരിച്ചെങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്താൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു അർച്ചന മാം. കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായിപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നെങ്കിലും ഇത്രയും കറക്റ്റ് ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ സാൻഡ്വിച്ച് മോഡൽ അത് പുതിയൊരു അറിവായിരുന്നു, ആ രീതിയിൽ തന്നെ പറയണമെന്ന്. ഒന്നും കൂടെ അത് ഞങ്ങൾക്കും ഇമ്പ്രൂവ്മെന്റ് ഏരിയ ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എന്തായാലും ഇങ്ങനെ ഞാൻ എങ്ങും കേട്ടിട്ടില്ല. അല്ലാതെ ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കുറെ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ എല്ലായിടും പറയത്തുള്ളൂ. ഫീഡ്ബാക്ക് വരുമ്പം പോസിറ്റീവ് മാത്രം പറഞ്ഞ് നമ്മളങ്ങ് വലിയ ആളായിട്ടങ്ങ്. പക്ഷെ ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഏരിയയും കൂടെ ഒക്കെ തരുമ്പോൾ കുറെ കൂടെ നമുക്ക് മെച്ചപ്പെടാൻ ഇപ്പൊ തന്നെ ഫീഡ്ബാക്ക് സെഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഇപ്പൊ ഒരു പുതിയ അറിവല്ല. അർച്ചന മാമിൽ നിന്ന് അത്രയും കൂടെ പഠിച്ചപ്പം താങ്ക് യു ഡിയർ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു, കാര്യങ്ങൾ താങ്ക് യു അർച്ചന. കുറച്ചുകൂടി മനസ്സിലായി. താങ്ക് യു സോ മച്ച് അർച്ചന മാം. ഇത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാം ആ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എങ്ങനെ വേണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഞാൻ കോർഡിനേറ്റർ റസാഖ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു സർ. താങ്ക് യു ജേക്കബ് സാർ. ഈ സെഷന്റെ മോഡറേറ്റർ ആയിരുന്നു ജേക്കബ് സാർ. വളരെ നന്നായിട്ട് ജേക്കബ് സാർ ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അതിന് ആദ്യമായിട്ട് ഞാൻ ജേക്കബ് സാറിനെ ട്രാൻസ്പെറൻറ്റ് ഗ്രൂപ്പിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ഇന്നത്തെ ജനറൽ ഇവാലുവേറ്റർ അർച്ചന മാം. അർച്ചന മാമിന് ഇന്ന് സത്യത്തിൽ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ട്രാൻസ്ഫർ ടീമുമായിട്ടുള്ള മാമിൻ്റെ അത്രമാത്രമുള്ള ആ ഒരു അടുപ്പം, മാം പല പ്രോഗ്രാമുകളും മാറ്റി വെച്ചിട്ടാണ് മാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷപൂർവ്വം കടന്നു വന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് മാമിന് ഞാൻ പ്രത്യേകം നന്ദി ഇവിടെ അറിയിക്കുകയാണ് ട്രാൻസ്ഫറിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരിൽ. പിന്നെ മാം വളരെ നന്നായിട്ട് മാമിൻ്റെ ആ ഒരു ടാസ്ക് വളരെ കൃത്യമായിട്ട് മാം അവിടെ ചെയ്തു. പിന്നെ പറയാനുള്ളത് നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ആണ്. അവർ വളരെ ഇൻട്രസ്റ്റോടു കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് 5 പേരും കടന്നു വന്നു. നമ്മൾ പിന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുമ്പോഴും വളരെ നല്ല പോസിറ്റീവായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഇത് ചെയ്തത്. അപ്പോൾ നമ്മുടെ എന്താണോ ഈ ഗ്രൂപ്പ് കൊണ്ട്, ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചത്, അത് ഈ 5 പേരും കറക്റ്റായിട്ട് മെറ്റ് ചെയ്തു എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. ചെറിയ അപ്പോൾ ഒരു പ്രോഗ്രാമിലെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ എന്നതിലുപരി എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസും കൂടി ആണ്. ഇനിയും ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും വേണം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്ന ഓഡിയൻസ്, അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി അർച്ചന മാം? അല്ല, ഇതുപോലെ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഡിഫറെന്റ് ആശയങ്ങൾ ഇനിയും ട്രാൻസ്പെയറിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മിക്കവരും എനിക്ക് സന്തോഷമാണ്, എന്നിലൂടെ കടന്നു വന്നവരാണ് നിങ്ങളൊക്കെ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, ഒന്നിച്ചിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ കാണുമ്പോൾ
വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഒരുപാട് ഹൈറ്റ്സിൽ പോകാൻ സാധിക്കട്ടെ. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ലോയിസ് മാം, ബിക്കോസ് ലോയിസ് മാം ആയിരുന്നു ഇന്ന് ഇന്റർപ്രിറ്റർ ആയിട്ട് നിന്നത്. വളരെ മനോഹരമായി തന്നെ ആ ഒരു കാര്യം അല്ലെ ചെയ്തു എന്നുള്ളതാണ്. അതിൽ നിന്ന് എത്രയോ പേർക്ക് ബെനിഫിറ്റ് ആവും. ഇതിപ്പോ ഒരു റെക്കോർഡിംഗ് ആയിട്ടാണെങ്കിലും നാളെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് ട്രാൻസ്പെയറിന് എത്താൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് ലോയിസ് മാം. അങ്ങനെ ഒരാള് നമ്മുടെ ടീമിൽ ഉണ്ടായി എന്നുള്ളതും അതിനുവേണ്ടി എഫേർട്സ് എടുക്കുന്നു എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഗോസ് ടു ഹർ, ബിക്കോസ് അത് നമ്മുടെ സെഷനിലെ ഫസ്റ്റ് ആണ് ഇന്ന് മാം. എന്തായാലും യെസ് ഇന്ന് ഫസ്റ്റ് ആണ്. ഐ തിങ്ക് ലാസ്റ്റ് സെഷനിലായിരുന്നു തോന്നുന്നു ആരോ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്. അതെ നിങ്ങൾ ആ രീതിയിലും കൂടി ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരമായിരിക്കുന്നു. അപ്പൊ ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ, ദാറ്റ് ഇസ് വാട്ട് ഐ സോ, ഒരു കൂട്ടത്തോടെ ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഫിനറ്റ്ലി ഷീ വിൽ ബി ഡൂയിങ് ദാറ്റ്. അപ്പൊ അതൊക്കെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു പോസിറ്റീവ് ആണ് അല്ലേ. നമ്മൾ ചർച്ച ചെയ്ത് അന്വേഷിച്ച് പിടിച്ച് ചോദിച്ചു വരേണ്ട ഒരു സമയം വന്നില്ല. നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ലോയിസ് മാമിനോട് പറഞ്ഞ മാം ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസം. ദാറ്റ് ഇസ് വെരി പോസിറ്റീവ് അല്ലെ. ഒരു ടീമിനെ മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് ഗുണമാണ് അതൊക്കെ എന്ന് പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഗ്രേറ്റ് ഹൈറ്റ്സിൽ പോകാൻ സാധിക്കട്ടെ. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ടു ട്രാൻസ്പയർ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു അർച്ചന മാം. താങ്ക് യു ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ. Thank you so much. ഗുഡ് നൈറ്റ്. Good night, ma'am. Thank you. Good night all. Good night.